മനക്കുടി വെളുത്തൂർ ഉൾപ്പാടത്ത് കൊയ്തെടുത്ത നെല്ല് വാങ്ങാനാളില്ലാതെ വലഞ്ഞ് കർഷകർ. നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് വിലപേശൽ നടത്തുന്ന സ്വകാര്യ മില്ലുടമകൾക്ക് സപ്ലൈകോ അധികൃതർ ഒത്താശ ചെയ്യുകയാണെന്ന് കർഷകർ. വെളുത്തൂർ ഉൾപ്പാടത്തും സമീപ പടവുകളിലും ആഴ്ചകളായി നെല്ല് കെട്ടിക്കിടക്കുകയാണ്. 110 ഏക്കറുള്ള മനക്കുടി വെളുത്തൂർ കോൾപ്പടവിൽ ആകെയുള്ള 265 ഏക്കറിൽ പാതി ഭാഗത്താണ് കൊയ്ത്ത് ആദ്യം ആരംഭിക്കേണ്ടത്. ഇതിനായി സപ്ലൈകോ അധികൃതർ കർഷകർക്ക് നിർദ്ദേശവും നൽകി. തുടർന്ന് 10 ഏക്കറിൽ ആദ്യം കൊയ്ത്തു നടത്തി. നെല്ലെടുക്കാനായി സപ്ലൈകോ ചുമതലപ്പെടുത്തിയ സ്വകാര്യ മില്ലുകാർ നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് കൊയ്ത്ത് നിർത്തിവെപ്പിച്ചതായി കർഷകർ പറഞ്ഞു. ഇതോടെ കൊയ്തെടുത്ത നെല്ല് വാങ്ങാൻ ആളില്ലാതെ ചാക്കുകളിലാക്കി പാടശേഖരങ്ങളിൽ അട്ടിയിട്ടിരിക്കുകയാണ്. ഈ നെല്ല് വിലപേശൽ നടത്തി 100 കിലോയ്ക്ക് 7 കിലോ കുറവ് എന്ന രീതിയിൽ ഇതേ മില്ലുകാർ എടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. എന്നാൽ ഇത് സപ്ലൈകോ അധികൃതരും സ്വകാര്യ മില്ലുകാരും തമ്മിൽ ഒത്തുകളിച്ച് കർഷകരെ കൊള്ളയടിക്കാനുള്ള തന്ത്രമാണെന്ന് കർഷകർ പറയുന്നു. സപ്ലൈകോ ഏജന്റ് വന്ന് കൊയ്ത്ത് തുടങ്ങാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 കിലോ കിഴിവ് വേണമെന്ന അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 7 കിലോ കിഴിവ് കൊടുത്തിട്ട് കർഷകർക്ക് കൊണ്ടുപോയി ഭയങ്കര സാമ്പത്തിക നഷ്ടം വരും. നല്ല രീതിയിലുള്ള ലോസ് സപ്ലൈകോ ഓഫീസർമാർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ വന്നു. സപ്ലൈകോയും മില്ല് ഏജന്റും മില്ല് കമ്പനിക്കാരും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കർഷകരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഈ പടവിലെ ബാക്കിയുള്ള നെല്ലിന്റെ കൊയ്ത്ത് 29-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മില്ലുകാർ വീണ്ടും ചൂഷണത്തിന് മുതിർന്നാൽ കൃഷിയിടം തരിശിട്ട് പ്രതിഷേധിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. 1 ഏക്കർ കൃഷി ചെയ്യാൻ 40,000 രൂപയോളമാണ് കർഷകന് ചിലവ്. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ പാട്ടത്തിനെടുത്തതും കടം വാങ്ങി കൃഷി ചെയ്തതുമായ നെല്ലിന് അർഹമായ വില ലഭിക്കാതെ ആത്മഹത്യയിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണെന്ന് കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.